മലയാളികളെ ഏവരെയും നൊമ്പരത്തിലാഴ്ത്തിയ ശിരൂരിലെ മണ്ണിടിച്ചിൽ കഴിഞ്ഞിട്ടിപ്പോൾ നാളുകളേറെയായി. അർജുനെ കാണാതായി ഒരാഴ്ചക്കുള്ളിൽ തന്നെ അർജുനായി തിരച്ചിൽ ശിരൂരിൽ നടന്നിരുന്നു. ആ തിരച്ചിലിനിടയിലും പ്രതിസന്ധികൾ ഉണ്ടാക്കിയത് അപ്പോഴത്തെ കാലാവസ്ഥയായിരുന്നു. കേരളത്തിലെ ആയാലും കർണാടകയിലെ ആയാലും കാലാവസ്ഥ വളരെയധികം പ്രതികൂലമായിരുന്നു തിരച്ചിലിന് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷമായിരുന്നു വയനാട് ദുരന്തവും കേരളത്തെ തേടിയെത്തിയത്. അതിനിടയിൽ അർജുൻ്റെ കാര്യം മലയാളികൾ കുറച്ചെങ്കിലും മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീണ്ടും തെരച്ചിൽ തുടങ്ങിയിട്ട്. ഇപ്പോഴിതാ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അർജുൻ്റെ മൃതദേഹം അർജുൻ്റെ ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്നും കിട്ടിയെന്ന സങ്കടകരമായ വാർത്തയാണ് ശിരൂരിൽ നിന്നും എത്തുന്നത്. അർജുൻ്റെ ക്യാബിനുള്ളിൽ ജീർണിച്ച ഒരു മൃതശരീരം ഉണ്ട് എന്ന് ഈശ്വർ മാൽപേ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. മലയാളികൾക്കൊന്നടങ്കം സങ്കടകരമായ വാർത്തയാണിത്. എങ്കിലും അർജുന് എന്ത് സംഭവിച്ചു എന്ന ഒരു ചോദ്യചിഹ്നത്തിന് ഉത്തരമാണിപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നതാണ് വാസ്തവം. ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നതിന് വീട്ടുകാർക്കും ഒരു ഉറപ്പുകൂടെ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്.